അങ്ങനെ വിഷു എത്തി ഗൈസ്. നാളെ രാവിലെയാണ് വിഷു. അപ്പൊ രാത്രി തന്നെ നമ്മൾ വിഷുക്കണി ഒരുക്കുകയാണ് കേട്ടോ. ഇപ്പൊ 10 മണി 10:30 11 മണിയൊക്കെ ആയി തോന്നുന്നു. ടൈം ഒന്നും അറിയാൻ വയ്യ. നൈറ്റ് ഞങ്ങൾ ഇവിടെ എല്ലാം തുടച്ച് വിളക്കൊക്കെ തേച്ച് ആകെ ബിസി ആയിരുന്നു. 10 മണി കഴിഞ്ഞ ശേഷം നമ്മൾ വിളക്ക് ഒരുക്കി തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ കൃഷ്ണനെ വെച്ചു, മാല ഇട്ടു. സമയം ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. വിളക്ക് എല്ലാം കണി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി കിടന്നുറങ്ങണം, നാളെ രാവിലെ എഴുന്നേക്കണം, കണി കാണണം. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ നാളെ രാവിലെ വിളക്ക് കത്തിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ അമ്മയാണ് കത്തിക്കുന്നത്, അമ്മയാണ് വന്ന് വിളിച്ചുണർത്തുന്നത്. ഇങ്ങനെ അമ്മേൻ്റെ അടുത്ത് രാവിലെ വിളിച്ച് നീ വിളക്ക് കത്തിക്കുന്നെങ്കിൽ എണിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കണിയൊക്കെ കണ്ട് കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അപ്പൊ ഇലക്കണി പകുതിയും അമ്മ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ എന്റെ കുറച്ച് സജഷൻസ് ഉണ്ടായിരുന്നു എന്ന് മാത്രം. അവിടെ അത് ഇവിടെ അത് അത് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ ഒരുക്കിയത്. അമ്മയ്ക്ക് കണി ഒരുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഗൈസ്. അപ്പൊ നമ്മളെ കണ്ണമ്മ എണിച്ചു വന്നിട്ടുണ്ട്. 5:30 മണിയായതേ ഉള്ളൂ കേട്ടോ. അവളോട് രാത്രി